ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൻസിസിഎമ്മി കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് ഞാനൊരു ലഞ്ച് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്, കൂടെ ഒരു സ്പെഷ്യൽ കറിയും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയുടെ നായകൻ. ചിലർക്കെങ്കിലും ഇതിപ്പോൾ എന്താണെന്ന് മനസ്സിലായി കാണും. നമ്മൾ കഴിഞ്ഞ വർഷം എടുത്തു വെച്ചിട്ടുള്ള ചേനയാണ്. അപ്പോൾ അത് മുളച്ച് വന്നിട്ടുള്ളതാണിത്. അപ്പോൾ ഇതിൻ്റെ മുള മിക്ക ആൾക്കാരും ചിലപ്പോൾ കളയാറായിരിക്കും പതിവ്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ കറി വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും നിങ്ങൾ കളയില്ല. വെജിറ്റേറിയൻസിനൊക്കെ എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഇറച്ചിക്കറീനെ വെല്ലുന്ന ടേസ്റ്റിലുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ചേനയുടെ മുകളിൽ നിന്ന് ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ആദ്യം നമുക്ക് ആ സ്പ്രൗട്ടൊന്ന് അതിൽ നിന്ന് കളയാം. അപ്പോൾ അതിൻ്റെ തൊലിയും അതിൻ്റെ ഉൾഭാഗവും ഒക്കെ നമ്മൾ കറിക്കായിട്ട് യൂസ് ചെയ്യും. ഉള്ളിലുള്ള ഭാഗമാണ് ഞാനത് കാണിച്ചത്. പിന്നെ ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗം ചേനയുടെ അതേ ഷേപ്പിലുള്ളൊരു കുഞ്ഞു ചേനയായിരിക്കും. ഒരു പിങ്ക് കളറാണ് ഈ ഒരു ചേനയ്ക്ക് മിക്കവാറും ഉണ്ടാവുക. പിന്നെ നമ്മുടെ ചേനയുടെ അത്രയും വേവ് ഇതിനുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കറി നമുക്ക് നമ്മുടെ ചേന വെച്ചിട്ട് സെയിം പ്രൊസീജിയർ, സെയിം രീതിയിൽ നമുക്ക് ചേന വെച്ചിട്ടും റെഡിയാക്കാം. ഇനി ഇതിൻ്റെ മുള കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കറി ട്രൈ ചെയ്യാതിരിക്കരുത്. ചേന വെച്ചിട്ടും ഈ ഒരു കറി നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കറിക്കൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ അത്യാവശ്യം വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മളിതൊന്നും വേസ്റ്റ് ആക്കുന്നില്ല കേട്ടോ, എല്ലാം നമ്മൾ ഈ ഒരു കറിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 തക്കാളിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 4-5 സ്പ്രൗട്ടിൻ്റെ ആ ഒരു താഴ്ഭാഗവും മുകളിലെ ലീഫും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുളിക്കനുസരിച്ചിട്ടുള്ള തക്കാളി ഞാനൊരു കൈപ്പിടി നിറയെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി തന്നെ വേണമെന്നില്ല, ചെറിയുള്ളി കയ്യിലില്ലാത്തവർക്കോ അല്ലെങ്കിൽ ചെറിയുള്ളി തൊലിക്കാനൊക്കെ മടിയുണ്ടെങ്കിൽ സവാള യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഒരു ചട്ടി ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതച്ച് വെച്ചിട്ടുള്ളതാണ്. പേസ്റ്റ് അല്ല, നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്ത ശേഷം നമ്മുടെ ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചെറിയുള്ളി തന്നെ യൂസ് ചെയ്യാണ് കേട്ടോ ഈ കറിക്ക് ഏറ്റവും ടേസ്റ്റ്. പിന്നെ സവാള വെച്ച് ചെയ്താലും ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരില്ല. ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു മീഡിയം സൈസിലുള്ള സ്പൂണില്ലേ അത് ഫുള്ളായിട്ടും 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം വേണം പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരണം. ഞാൻ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം നമ്മളിതിൽ പച്ചമുളക് ചേർക്കുന്നുണ്ട്, മുളക് പൊടി ചേർക്കുന്നുണ്ട്, കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പം എരിവ് അധികം വേണ്ടാത്തവർക്ക് ഇതിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചെടുക്കാം. ഇനി ഞാൻ ലാസ്റ്റായിട്ട് മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്ന ശേഷം ഒരു 1/2 ടീസ്പൂൺ മുതൽ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്
ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി, പച്ചമുളക്, പിന്നെ ബാക്കി വന്നിട്ടുള്ള കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സായി വന്ന ശേഷം ഞാൻ ഇതിലേക്ക് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ ഇതിലിട്ട് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതാ തിളച്ച വെള്ളമാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് കഴിവതും നമ്മൾ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി അടച്ച് വെച്ചിട്ട് തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി വരുന്നവരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേന എന്ന് പറയാൻ പറ്റില്ല, ചേനയുടെ മുളയും ആ പാർട്സൊക്കെ എല്ലാം കൂടെയാണ് ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ കറി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി അത് പകുതി വേവാവുന്ന സമയത്ത് നമ്മളതൊന്ന് തുറന്നിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിന് വേവ് കുറച്ച് കുറവാണ്, എന്നാലും ഞാൻ ഉപ്പ് ആദ്യമേ ചേർത്ത് കൊടുത്തിട്ടില്ല. ഒരു പകുതി വേവായ ശേഷമാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് സിമ്മിലിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുമ്പോൾ ഉപ്പൊക്കെ ഇതിലേക്ക് പിടിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. ശരിക്കും ഞാനിപ്പോൾ ഇതൊരു ബീഫ് കറിയുടെ കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് കൂടെ നമ്മൾ ലഞ്ചിന് നമ്മൾ തന്നെ ടാങ്കിൽ വളർത്തുന്ന മീൻ പിടിച്ചൊന്ന് പൊരിച്ചെടുക്കാമെന്ന് കരുതി. ഇപ്പോൾ നമ്മൾ മീനൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് വരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇതിന് ഒരു മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, ചെറിയുള്ളി, കറിവേപ്പില. ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മീൻ പിടിക്കുന്നതും അത് ഫ്രൈ ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു റെസിപ്പി. അപ്പോൾ ഇതാണ് നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ട് ഇറച്ചിക്കറിയുന്ന വെല്ലുന്ന ടേസ്റ്റിലുള്ള വെജ് കറി. അപ്പോൾ നിങ്ങൾ ഈ ഒരു കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.